പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ മുമ്പ് ധ്യാനിച്ചിട്ടുള്ളൊരു വചനഭാഗം പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നപ്പോൾ ഞാൻ കർത്താവോട് ചോദിച്ചു, ദൈവമേ, ഒരിക്കൽ കർത്താവ് 38 വർഷം തളർവാദ രോഗിയായിട്ട് കുളക്കടവിൽ കിടന്ന ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തിയ ആ ഭാഗം വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ആ സൗഖ്യത്തെക്കുറിച്ച് ദൈവ പദ്ധതി എല്ലാം വളരെ വ്യക്തമായി അന്ന് കർത്താവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഒരു കൊച്ചു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് ഒന്ന് വെക്കുകയുണ്ടായി. ഒരുപാട് ആൾക്കാരാണ് കൊള്ളക്കടവിൽ ഉണ്ടായിരുന്നതെന്ന് വചനം പറയുന്നു. ഒത്തിരി ആൾക്കാര്, അന്ധരും മുടന്തരും പല രീതിയിലുള്ള രോഗങ്ങളും വേദനകളുമായിട്ട് പ്രയാസപ്പെടുന്നവർ, ആരോരുമില്ലാത്തവര്, തള്ളിക്കളഞ്ഞവര്, ഒരു സൗഖ്യത്തിനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരെല്ലാം ആ കൊളക്കടവിൽ ഉണ്ടായിരുന്നു. കാരണം ദൂതൻ ആ കുളത്തിലെ വെള്ളമിളക്കുന്ന സമയത്ത് ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവർക്ക് അറിവുള്ള അങ്ങനെ ഒരു നടപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കർത്താവോട് ചോദിച്ചൊരു കാര്യം, ദൈവമേ, 38 വർഷം കുളക്കടവിന്റെ സൈഡിൽ കിടന്ന ഒരുവനെ കർത്താവ് സൗഖ്യപ്പെടുത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരും കർത്താവിനോട് ചോദിച്ചില്ലേ, എന്റെ കർത്താവേ, ഈ തളർവാദ രോഗിയെ എണീപ്പിച്ചെങ്കിൽ ഞങ്ങളെയും എണീപ്പിക്കണമെന്ന് അവരാരും ചോദിച്ചില്ലേ? അവിടെ മറ്റാരെയും സൗഖ്യപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ പറയുന്നില്ല. ആ ഒരേ ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തി യേശു അവിടുന്ന് കടന്നു പോകുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. എന്നാൽ അനേകം പേർ അവിടെ ഉണ്ടായിരുന്നു. അവരാരും യേശുവിനോട് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, എൻ്റെ മേലും ആ കാരുണ്യം ചൊരിയണമേ എന്നൊന്നും പറഞ്ഞില്ല. ഞാനതാ കർത്താവോട് ചോദിച്ചു, എന്താ കർത്താവേ അങ്ങനെ ഒരു കാര്യം? ഭയങ്കര അത്ഭുതമായ ഒരു വാക്യമാ. എൻ്റെ ശ്രദ്ധയിൽ അത് ഭയങ്കര അത്ഭുതകരമായി തോന്നി. കാരണം അവരുടെ രക്ഷയ്ക്കായിട്ടുള്ള യേശു അവിടെ വന്ന് കിടക്കുന്ന ഒരുവനെ, 38 വർഷം കിടക്കുന്ന ഒരുവനെ എണീപ്പിച്ചിട്ട് വിടുന്നത് അവർ കണ്ടിട്ടും ഇവരാരും യേശുവിൻ്റെ അടുത്ത് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്നില്ലെങ്കിൽ, അവരാരും യേശുവിൻ്റെ അടുത്ത് തങ്ങളുടെ ആവശ്യവുമായിട്ട് കടന്നു ചെല്ലുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കർത്താവ്, ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്നത്തെ കൊളക്കടവിൽ സംഭവിച്ചിരുന്ന അതേ കാര്യം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് കൊളക്കടവിൽ എനിക്ക് ഒരേ ഒരാളെ സൗഖ്യപ്പെടുത്താൻ പറ്റിയത്. ഒരുപാട് ആൾക്കാരെ സൗഖ്യപ്പെടുന്ന ആഗ്രഹിച്ച ഞാൻ അവിടെ ചെന്നത്. പക്ഷെ ഒരേ ഒരാളുടെ മേല എൻ്റെ അത്ഭുത ഇടപെടല് ദർശിക്കപ്പെടാൻ അവസരമുണ്ടായത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവരും തങ്ങളുടെ കഴിവിൽ ആശ്രയിച്ചപ്പോൾ ആ വ്യക്തി മാത്രം അവസാനം ദൈവത്തിൽ ആശ്രയിച്ചു. സൗഖ്യം വേണോ എന്ന് ആ വ്യക്തിയോട് കർത്താവ് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു കാര്യം, വെള്ളമിളകുമ്പോൾ എന്നെ ആദ്യം ഈ കുളത്തിലിറക്കാൻ, എന്നെ സഹായിക്കാൻ ആരുമില്ല. എങ്ങനെയും ഞാൻ അവിടെ കഷ്ടപ്പെട്ടെത്തുമ്പോൾ എനിക്ക് മുൻപേ പലരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകും. 38 വർഷമായി ഞാൻ ഇവിടെ കിടന്ന് അതിനായിട്ട് പരിശ്രമിക്കുന്നു. എനിക്ക് അതിന് സാധിക്കുന്നില്ല. ഇനി എനിക്കതിന് കഴിയുമെന്നും ഒരു വിശ്വാസവുമില്ല. ഇനി എന്നെ സൗഖ്യപ്പെടുത്തണമെങ്കിൽ, ഇനി ഞാൻ സൗഖ്യപ്പെടണമെങ്കിൽ സ്വർഗത്തിലെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ, ആ ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ എനിക്കൊരു രക്ഷയുള്ളൂ. ഈ തിരിച്ചറിവ് ആ വ്യക്തി അന്ന് സൗഖ്യപ്പെടുത്തിയപ്പോ മറ്റുള്ള ആൾക്കാർ ആരും ഈ തിരിച്ചറിവിലേക്ക് വന്നില്ല. എന്നാൽ ഈ യേശു ഈ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയത് കണ്ടപ്പോൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഞാൻ കർത്താവോട് ചോദിച്ചു, ദൈവമേ, അവിടുത്തെ അപ്പോഴത്തെ ആ വികാരം എന്തായത് ആൾക്കാരുടെ? അവരെല്ലാം ഭയങ്കര സന്തോഷത്താല് ദൈവത്തെ മഹത്വപ്പെടുത്തി അവര് ദൈവത്തെ ഒരുപാട് നന്ദി പറയുകയും
ഈ യേശുവിനെ കുറിച്ച് വളരെ അത്ഭുതകരമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് നമ്മളും ഇതേ കാര്യം ചെയ്യും. ഒരു ധ്യാനത്തിൽ, ഒരു പ്രാർത്ഥന മീറ്റിങ്ങിന് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നത് കണ്ടാൽ നമ്മളെല്ലാവരും ദൈവത്തെ ഭയങ്കരമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും നമ്മളെല്ലാം ചാടിത്തുള്ളി പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് പല യൂട്യൂബ് വീഡിയോകളിലും കാണാൻ പറ്റും. കർത്താവ് പറഞ്ഞു, അന്നും ഇതുപോലെയൊക്കെ നടന്നു അവിടെ. ഞാൻ അവിടെ ചോദിച്ചു, കർത്താവ് ഇവരാരും എന്നിട്ട് സൗഖ്യപ്പെടാത്തത് എന്താ? പിന്നീട് അവിടെ ബാക്കിയുണ്ടായിരുന്ന ആൾക്കാരൊക്കെ സൗഖ്യപ്പെടാത്തത് എന്താ? കർത്താവ് പറഞ്ഞൊരു മനോഹരമായ മറുപടി ഉണ്ട്. അവരൊക്കെ എന്നോട് പ്രാർത്ഥിച്ചിരുന്നു, അവരൊക്കെ എൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അവരുടെ പ്രാർത്ഥന ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയായിരുന്നു. കർത്താവേ, തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്താൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ അടുത്ത പ്രാവശ്യം വെള്ളം ഇളകുമ്പോൾ ഒന്നാമത് വെള്ളത്തിൽ ഇറങ്ങാനുള്ള ശക്തി എനിക്ക് തരണമെന്ന അവിടെ ഉണ്ടായിരുന്നവർ പ്രാർത്ഥിച്ചതെന്ന കർത്താവ് പറഞ്ഞത്. ഈ തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കാൻ യേശുവിന് സാധിച്ചെങ്കിൽ എൻ്റെ പാപങ്ങളും ക്ഷമിച്ച് എന്നെ കർത്താവെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഒരുവൻ പോലും വീണ്ടും പറഞ്ഞില്ല. എല്ലാവരുടെയും പ്രാർത്ഥന എന്തായിരുന്നെന്നോ, കർത്താവ് അടുത്ത പ്രാവശ്യം വെള്ളമിളകുമ്പോൾ എല്ലാവരിലും മുമ്പ് വെള്ളത്തിലിറങ്ങാനുള്ള ശക്തിയും ബലവും എനിക്ക് തരണമേ എന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് നിങ്ങളൊക്കെ ഇതേ പ്രാർത്ഥനയാ പ്രാർത്ഥിക്കുന്നത്. നമ്മളെ കൈപിടിച്ച് കരയറ്റാൻ, സൗഖ്യപ്പെടുത്താൻ, നമ്മുടെ പാപം മോചിക്കാൻ വരുന്ന യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആ യേശു എന്നെ തൊടണമെന്നോ സൗഖ്യപ്പെടുത്തണമോ ഒന്നൊന്നുമല്ല. നമ്മളുടെ ചില കാര്യങ്ങൾ നടക്കണമെന്ന, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്ന. ഞാനത് കേട്ട ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ ഒക്കെ ഹൃദയം ദൈവം ആഗ്രഹിക്കുന്ന എത്രയോ അകലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ ആത്മീയ ജീവിതം ദൈവത്തിൽ നിന്നും എത്രയോ അകന്നാ പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് മുമ്പിൽ വന്ന് മറ്റൊരു വ്യക്തിയെ സൗഖ്യപ്പെടുത്ത കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, അവനെ തൊട്ടെങ്കിൽ എന്നെയും ഒന്ന് തൊടണമേ എന്ന് പറയുന്നതിന് പകരം അവൻ്റെ രോഗം സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ കർത്താവേ, എൻ്റെ മകന് നല്ലൊരു ജോലി കൊടുക്കാൻ പറ്റും. അവന് മകന് നല്ലൊരു ജോലി കിട്ടിയെങ്കിൽ എൻ്റെ മകളെ അമേരിക്കയ്ക്കോ ലണ്ടനിലേക്കോ പറഞ്ഞു വിടാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥന കർത്താവ് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു പ്രാർത്ഥനാ ശൈലി നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുക, അനേകം പേര് കൊളക്കടവിൽ കിടന്നിട്ട് ഒരുവനാ രക്ഷപ്പെട്ടത് എന്ന് പല പ്രാർത്ഥനകളിലും പതിനായിരക്കണക്കിന് ആൾക്കാരും ലക്ഷക്കണക്കിന് ആൾക്കാരും പങ്കെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൃദയം പൊട്ടുന്ന ഒരുവൻ മാത്രമാ അതിൽ നിന്ന് പലപ്പോഴും രക്ഷയിലേക്ക് വരുന്നത്. മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വർഗത്തിലെ ദൈവം ഇടപെടണമെന്ന. എന്നാൽ ആ കുഷ്ഠരോഗിക്ക്, ആ തളർവാദ രോഗിക്കുണ്ടായ തിരിച്ചറിവ് നമുക്കില്ലാതെ പോയി. എന്നെ ആദ്യമേ വെള്ളത്തിലിറക്കാൻ സഹായിക്കുന്ന ഒന്നും ഇനിയില്ല. എൻ്റെ ഈ പ്രാർത്ഥനകൾ എന്നെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കത്തില്ല. എൻ്റെ കാഴ്ചവെപ്പുകളും നേർച്ചകളും എൻ്റെ ഒരു കാര്യങ്ങളും എൻ്റെ കഴിവിൽ ഞാൻ ചെയ്യുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുന്നതല്ല. എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ മാത്രമേ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിലുള്ളൂ എന്ന തിരിച്ചറിവ് ആ വ്യക്തിക്ക് ലഭിച്ചതുപോലെ കർത്താവ് പറയുക, നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ തിരിച്ചറിവ് ആവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് മറ്റൊരാളെയും നോക്കിക്കൊണ്ടാവരുത്. അവനിൽ പ്രവർത്തിച്ച ദൈവിക സാന്നിധ്യം, അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിലെ മകളെ ലണ്ടനിൽ വിട്ട ദൈവം എൻ്റെ മകനെ കാനഡയിൽ വിടും, അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറയുക, നീ സ്വർഗരാജ്യത്തിലെത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥനകളെല്ലാം നീ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ആയിരിക്കണം. അതുകൊണ്ട് ആ കർത്താവ്
ആ വ്യക്തിയോട് പറഞ്ഞത്, നിന്റെ പാപങ്ങൾ മോചിപ്പിച്ചിരിക്കുന്നു. ഇനി നീ സ്വർഗരാജ്യത്തിൽ എത്താതിരിക്കാൻ ഒരിക്കൽ പോലും പാപ വഴിയിലൂടെ യാത്ര ചെയ്യരുത്. ദേവാലയത്തിൽ വെച്ച് അവനെ വിളിച്ചതാ പറഞ്ഞത്, ഇതിൽ കൂടുതൽ സംഭവിക്കാതിരിക്കാൻ ഇനിമേൽ നീ പാപം ചെയ്യരുത്. ഈ തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇതിൽ കൂടുതൽ സംഭവിക്കാതിരിക്കാൻ. ഈ ലോകത്തിൽ നമ്മുടെ പ്രാർത്ഥനകളൊന്നും ദൈവത്തിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നില്ലെങ്കിൽ, പലരുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടും പല രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തിയിട്ടും ഒരു തുലോം മാറ്റം ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ, ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിർത്തിവെച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിനോട് ചോദിക്കണം, എന്തുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് കർത്താവ് ഉത്തരം തരുന്നില്ല? ആ തിരിച്ചറിവിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും, എവിടെ നമുക്ക് കുഴപ്പം പറ്റിയെന്ന്. ഇന്ന് നമ്മുടെ എല്ലാം നോട്ടം ഭൗതിക ജീവിതത്തിലേക്ക് ആയതുകൊണ്ട് കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല.